നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഹോസ്പിറ്റലിലേക്ക് ഓടി വരുവാണ് ആനന്ദ്. മീനാക്ഷി വിളിച്ചിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ആനന്ദയുടെ ഹോസ്പിറ്റലിലേക്ക് വരണം. കാര്യമൊന്നും പറഞ്ഞില്ല, എന്താ ഏതൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ ആർക്കെങ്കിലും എന്തേലും വയ്യായിക ഉണ്ടായോ? ശ്രീദേവിക്കാന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആനന്ദ് വിചാരിക്കുന്നുണ്ടായിരുന്നില്ല. ആനന്ദിന്റെ കയ്യിലോ തന്റെ കുഞ്ഞിന് വാങ്ങിയ കുറച്ച് കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് പുറത്തേക്ക് വരണ സമയത്താണ് മീനുവിന്റെ കോൾ ആനന്ദിന് വന്നത് പോലും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം മീനാക്ഷി അവിടെ സൈഡിലിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആനന്ദ് വന്നിട്ട് ചോദിച്ചു, എന്താ മീനു, എന്താ പറ്റിയത്? നീ എന്താ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ മീനു പറഞ്ഞു, അത് പിന്നെ ആനന്ദേട്ടാ, കാര്യം എന്താ വെച്ചാ പറ. അത് ശ്രീദേവേച്ചി. ശ്രീദേവിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് ശ്രീദേവേച്ചി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, ദേവിക്ക് എന്ത് പറ്റിയതാ? ഞാൻ പോകുന്ന സമയത്ത് ദേവിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലോ. അത് പിന്നെ ദേവി ചേച്ചി ഒന്ന് വീണെന്ന് പറഞ്ഞു. വീണെന്നോ? എവിടെ? ബാത്റൂമിൽ. എന്നിട്ടോ? അറിയില്ല ആനന്ദേട്ടാ, ഡോക്ടർ സ്കാൻ ചെയ്യാനൊക്കെ വേണ്ടി കൊണ്ടുപോയിക്കുവാന്ന് പറഞ്ഞു. ഇത് കേട്ട പതി ആനന്ദിന് സഹിച്ചില്ല. ആനന്ദ് ആ കുഞ്ഞുടുപ്പോട് നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ കവറ് പിന്നീട് നേരെ സ്കാനിങ് നടത്തുന്ന അങ്ങോട്ടേക്ക് ഓടുപോണ്. അപ്പോഴേക്കും മീനാക്ഷി പിന്നാലെ നിന്നു. ആനന്ദേട്ടാ, ആനന്ദേട്ടാ എങ്ങോട്ടാ പോന്നേ? അവിടെ നിക്ക്, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് മീനാക്ഷി ഇപ്പൊ തന്നെ കാണണം. എനിക്ക് എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് അറിയണമെന്ന് പറഞ്ഞു. ആനന്ദേട്ടാ ഒന്ന് സമാധാനപ്പെട്. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് സ്കാനിങ് റിപ്പോർട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ടെൻഷൻ അടിക്കില്ലെന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല, എനിക്കിപ്പം മീനാക്ഷിയെ കണ്ടില്ല, ശ്രീദേവിയെ കണ്ടേ മതിയാവുള്ളൂ പറഞ്ഞു. ആനന്ദേട്ടാ ഒന്നും പറയുന്ന ഇയാൾക്ക് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അല്ല, എന്താ സംഭവിച്ചു മീനു? ഞാൻ പോകുമ്പോൾ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലോ എന്നൊക്കെ പറഞ്ഞു. അത് എന്താണെന്നറിയില്ല, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അവിടെ നടന്ന സംഭവങ്ങളൊന്നും പറയാൻ പറ്റില്ലോ. അത് ഒന്നാമത്തെ കാര്യം, ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കണം. ആനന്ദ പെട്ടെന്ന് മീനുവിനോട് പറഞ്ഞു, ഇത് കണ്ടോ, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന കുഞ്ഞുടുപ്പുകളത്. എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണെന്നറിയാവോ? എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മീനാക്ഷി ആനന്ദിനെ സമാധാനിപ്പിക്കുകയാണ്. ആനന്ദേട്ട അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ശ്രീദേവിച്ചിട്ട് കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലും ശ്രീദേവിയുടെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. ആ സമയത്ത് ബാലന് അലോകിനെ കണ്ട് ആകപ്പാടെ വല്ലാത്തൊരു ഞെട്ടലോടെ നിൽക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ചെന്നു. താഴെ കിടക്കുന്ന അലോകിനെ നോക്കിയിട്ട് ശ്വാസം കൊണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവന് ശ്വാസം പോലും ഇല്ലാത്തൊരവസ്ഥയില. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ നേരെ ഗോമതിക്ക് നേരെ തിരിയാണ്. എന്താ ഗോമതി, എന്താ ഇതെന്ന് ചോദിച്ചു. അത് പിന്നെ ബാലേട്ടാ, കാര്യം എന്താ വെച്ചാൽ പറ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ അനുമോളെ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഇവൻ എങ്ങനെ ഇവിടെ വന്നേ? ഇവനെ ആരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്നൊക്കെ ചോദിച്ചു. സുകന്യൊക്കെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അനുമോളും എന്ത് പറയാനാ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അത് ബാലേട്ട, നീ കാര്യം എന്താ വെച്ചാൽ പറ. പെട്ടെന്ന് തന്നെ ഗോമതി പറഞ്ഞു, ബാലേട്ട എങ്ങനെയാ എന്താന്നും അറിയത്തില്ല, അനുമോളുടെ മുറിയിൽ ഇവൻ കയറി. ആ സമയത്ത് സുകന്യ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾ ഇവനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവനോട് ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ച ആനന്ദേട്ടാ. പക്ഷെ കൃത്യസമയത്ത് മീനു എന്ത് ചെയ്തു? മീനു വന്ന് ഇവൻ്റെ തലയ്ക്കടിച്ചെന്ന് പറഞ്ഞു. തലയ്ക്കടിച്ചു. എന്നിട്ട് ശ്രീദേവി എവിടെയെന്ന് ചോദിച്ചു. മീനാക്ഷി ശ്രീദേവി എവിടെയാന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ബാക്കി കാര്യങ്ങൾ ഗോമതി പറയണേ. അത് പിന്നെ ബാലേട്ട ഒരു പ്രശ്നം ഉണ്ടായി. ഇവൻ ആദ്യം ദൈവമോളെ പിടിച്ച് തള്ളി. ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇവനെ അടിക്കാൻ കൈ വാങ്ങി കഴിഞ്ഞു. അപ്പോഴേക്കും അവന് ദേഷ്യത്തോട് കൂടിയിട്ട് എൻ്റെ കഴുത്തിന് പിടിച്ച് നിൽക്കിയത്. അത് മാത്രമല്ല മീനാക്ഷിയും പിടിച്ച് തള്ളിയായിരുന്നു പറഞ്ഞു. എന്നിട്ട് ദേവിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് ദേവി മോളെ കൊണ്ട് മീനാക്ഷി ഹോസ്പിറ്റലിലേക്ക് പോയേക്കുക. എന്താ എങ്ങനെയാണെന്നും അറിയത്തില്ല ബാലേട്ട, ആകെപ്പാടെ ടെൻഷനിലായതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതോടെ കേട്ടിഞ്ഞപ്പോൾ ബാലനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് അലോകിന്റെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടെ. ഈ സമയം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രാശ്രീ വിളിച്ചോണ്ടിരിക്കും അലോകിന്റെ ഫോണിലേക്ക്. എല്ലാവർക്കും വല്ലാത്തൊരു നെഞ്ചിടിപ്പ്. കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥ. പെട്ടെന്ന് ബാലൻ ആ ഫോൺ ഇങ്ങോട്ട് എടുക്കുവാണ്. ബാലൻ ഇങ്ങനെ നോക്കി അലോകിനെ. അപ്പോഴേക്കും ഗോമതിയോട് ചോദിച്ചു, അല്ല ഇവൻ ആര് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ? ആരെങ്കിലും വിളിച്ചു വരുത്തിയതാണോ, അല്ലാതെ ഇവൻ വന്നാണോ എന്ന് ചോദിച്ചു. അത് പിന്നെ ബാലേട്ട അതൊന്നും അറിയില്ല, ഞങ്ങൾ ഹാളിൽ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇവൻ എങ്ങനെയാ മുറിക്കകത്തേക്ക് കയറിയെന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഇവന് ഗോമതി ചേച്ചിനെ ഉപദ്രവിക്കാൻ പറ്റും മറ്റേ വന്നാണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അതിന് ഗോമതി ഉപദ്രവിക്കാൻ വന്നതിന് ഇവൻ ഈ മുറി കയറേണ്ട കാര്യം എന്താ? ഇത് അനുമോളുടെ മുറിയല്ലേ എന്ന് ചോദിച്ചു. അനുമോള ആകപ്പാടെ ഞെട്ടി വറച്ച് നിൽക്കുക. തേമേ ഇനിയിപ്പോ എന്താ പറയണ്ടേ? അച്ഛനോട് അച്ഛൻ സത്യങ്ങളൊക്കെ അറിയാൻ പോവുക എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു.
പിന്നീട് പെട്ടെന്ന് ബാലനോർത്തു, അല്ല അനു, നീ ഒരു കാര്യം ചെയ്യ, മീനാക്ഷിനെ ഒന്ന് വിളിച്ചു നോക്ക്, എന്താ ഏതാന്നിങ്ങനെ അറിയാലോ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ശ്രീദേവിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും മീനു ചെന്നിട്ട് ചോദിച്ചു, ഡോക്ടറെ എന്തായി, ശ്രീദേവിച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഒന്നും പറയാറായിട്ടില്ല, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ സംശയമുണ്ട്, അതിന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു മീനാക്ഷിക്ക്. നിങ്ങൾ പ്രതീക്ഷയൊന്നും കൈവരണ്ട, ആ കുഞ്ഞിനെ ചിലപ്പോൾ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് വിഷമമായി. ആനന്ദ് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. ആനന്ദിന്റെ സമനില തന്നെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. എന്താ ഏതാ പറയണേ ആനന്ദ് എന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് അനുമോള് മീനാക്ഷിയെ വിളിക്കുന്നത്. മീനാക്ഷി വിളിച്ചിട്ട് ചോദിച്ചു, മീനാക്ഷി ചേച്ചി എന്തായി ശ്രീദേവിച്ചിയുടെ കാര്യം, ശ്രീദേവിച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, ശ്രീദേവിച്ചിയുടെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, മോളെ അത് പിന്നെ ദേവി ചേച്ചിയുടെ കുഞ്ഞ് പോയെന്ന് പറയണ. പോയെന്നോ? അതേന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോൾ അനുമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഡോക്ടർ പറഞ്ഞു ഇനി പ്രതീക്ഷയൊന്നും വേണ്ട ആ കുഞ്ഞിന്റെ കാര്യത്തിലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അനുമോൾ അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ചോദിച്ചു, എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. പിന്നീട് അറിഞ്ഞ കാര്യങ്ങൾ പറയണം. ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. ഗോമതി അവിടെ ഇരുന്ന് വിങ്ങി വിങ്ങും കരയണം. അപ്പോഴേക്കും ബാലൻ നേരെ അനുമോളുടെ ദേഹം തിരിഞ്ഞു, സത്യം പറ, ഇവൻ എങ്ങനെയാ മുറി വന്നേ? ഇവനൊന്നും കാണാതെ ഇങ്ങോട്ടേക്ക് വരത്തില്ല, സത്യം പറയാൻ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. അത് പിന്നെ അച്ഛ, അവന് എന്നെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. നിന്നെ കാണാനോ? പിന്നീട് അനുമോൾക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം കൂടെ കാര്യങ്ങൾ കടന്നു പോന്നേ. അപ്പോഴേക്കും ബാലൻ ഗോമതിയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, മീനുവിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ അബദ്ധം പറ്റിയെന്ന് ആരും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നീട് സുകന്യയോട് പറഞ്ഞു, ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, മീനുവാണ് ഇവന്റെ തലക്കടിച്ചെന്നുള്ള കാര്യം നീ ആരോടും പറഞ്ഞേക്കില്ല, കൃഷ്ണമംഗലത്തുള്ളവരോട് പറഞ്ഞേക്കില്ല, അറിയാലോ, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, ഇല്ല ബാലേട്ട, ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. സുകന്യ ആകെപ്പാടെ പേടിച്ച് പറിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ തനിക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ താന് അവനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പോലീസ് അവനൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ താനും പിടിക്കപ്പെടും എന്നൊരു ചിന്ത സുകന്യയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് ആകാശിനെ വിളിച്ചു മീനാക്ഷി ആകാശിനെ വിളിച്ച് കാര്യം പറയുമ്പോഴത്തേനും മീനാക്ഷി പൊട്ടിക്കരയെ വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആകാശും ധർമ്മനും ആനും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വരുവാണ്. അങ്ങനെ വരുമ്പോൾ തകർന്നിരിക്കുന്ന ആനന്ദിനെയാണ് കാണുന്നത്. ആനന്ദിനെ സമാധാനിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മീനുവിനോട് കാര്യങ്ങൾ തിരക്കുവാണ്, എന്താ ഏതാന്ന്. മീനുവിന് എന്ത് പറയണമെന്നറിയില്ല. ഇപ്പൊ ഇവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഒരു പക്ഷെ അലോകിനെ അവർ ചിലപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് അറിയണ്ട, തെന്നി വീണാന്ന് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ബാത്റൂമിൽ തെന്നി വീണാന്നാണ് അവരോട് പറയുന്നത്. അല്ലാതെ അലോകിന് അങ്ങനെ സംഭവിച്ചെന്നോ അലോക് കാരണമാണ് ദേവി ചേച്ചി ഇങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊന്നും മീനാക്ഷി പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രശ്നം അതായിരിക്കും. ആരിനൊന്നും അടങ്ങിയിരിക്കില്ലാത്ത കൂട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ അലോകിന്റെ കാര്യം എങ്ങനെ എന്താന്ന് പോലും അറിയത്തില്ല. മീനാക്ഷിക്ക് അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോയുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.